സംഗീതത്തിന്റെ ഗംഗാപ്രഭവമനുപമം വാഗ്മയ ശ്രീവിലാസം സമ്പത്തിൻ ധന്യമാകും നിലയനമഖിലാണ്ടത്തിനും ശക്തിധാമം സംഗം ത്യക്വാ ഭജിപ്പോർക്കഭയമരുളിടും ദേവി കാരുണ്യസിന്ധോ ഭംഗ്യാവന്നന്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സ്വാനുകമ്പേ ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ദശമസ്കന്ധമാണ് നാം അവലോകനം കൊണ്ടുവരുന്നത്. മന്വന്തര ചരിതങ്ങള്, ചാക്ഷുഷ മന്വന്തരത്തിന്റെ കഥയെയാണ് ഇന്നലെ നവമാധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത്. അടുത്തതായി സാവർണി മനുവിന്റെ കഥയെയാണ് നാരായണ ഋഷി നാരദന് 10ാമത്തെ ഈ അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. 7ാമത്തെ മനു എന്ന് പറയുന്നത് വിവസ്വാന്റെ, അതായത് സൂര്യന്റെ പുത്രനായ ശ്രാദ്ധദേവനാണ്. അദ്ദേഹം പരമാനന്ദാനുഭവം നേടിയവനും രാജാക്കന്മാർക്കെല്ലാം മാന്യനുമായിരുന്നു. വൈവസ്വത മനുവും വിവസ്വാന്റെ പുത്രനായതുകൊണ്ട് വൈവസ്വതൻ എന്ന പേര് കിട്ടി. ഇദ്ദേഹത്തിന്റെ ശരിയായ പേര് ശ്രാദ്ധദേവൻ എന്നാണ്. വൈവസ്വതമനു പരാശക്തിയായ ദേവിയുടെ പ്രസാദം കൊണ്ട്, ദേവിയെ തപസ് ചെയ്തുകൊണ്ട് മന്വന്തരാധിപനായി തീർന്നു. ലോകത്തെങ്ങും പ്രസിദ്ധനായി തീർന്ന സാവർണിയാണ് 8ാമത്തെ മനു. അദ്ദേഹം ജന്മാന്തരങ്ങളിൽ ദേവിയെ ആരാധിച്ച് വരം നേടിയതുകൊണ്ട് സർവ രാജാക്കന്മാരെല്ലാം പൂജിതനും മന്വന്തരാധിപനും മഹാപരാക്രമശാലിയും ധീരനും ദേവീഭക്തനുമായിരുന്നു എന്ന് പറയാണ്. അപ്പൊ ഇപ്പൊ നടക്കുന്നത് 7ാമത്തെ മന്വന്തരം വൈവസ്വത മന്വന്തരമാണ്. ഇനി പറയുന്നതായിട്ടുള്ള ഈ സാവർണി മന്വന്തരം മുതലായിട്ടുള്ള മനുക്കളുടെ കഥ ഇനി വരാൻ പോകുന്നതാണ്. സാവർണി മന്വന്തരം 8ാമത്തെ മന്വന്തരമാണ്. 7ാമത്തെ മന്വന്തരം വൈവസ്വത മന്വന്തരം. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി പറയുന്നത് ഇനി വരാൻ പോകുന്നതായിട്ടുള്ള മന്വന്തരങ്ങളുടെ കഥകളെയാണ് ഇവിടെ നാരായണ ഋഷി പറയണത്. അത് സാവർണി മനുവിനെ കുറിച്ച് ചുരുക്കി പറഞ്ഞത് കേട്ട സമയത്ത് നാരദൻ ചോദിക്കണു, ആ സാവർണി മനു എങ്ങനെയാണ് ജന്മാന്തരത്തിൽ ലോകസൃഷ്ടി കർത്തിയായ ദേവിയെ ആരാധിച്ചത് എന്നുള്ളതിനെ വിസ്തരിച്ച് പറയണമെന്ന് പറഞ്ഞപ്പോൾ, സ്വാരോജിഷ മന്വന്തരത്തിൽ ചൈത്രവംശത്തിൽ ജനിച്ചവനും വിഖ്യാതനും മഹാബല പരാക്രമിയോടുകൂടിയുമായിട്ടുള്ള സുരഥൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഗുണഗ്രാഹി, ധനുർധാരിയും മാന്യനും ശ്രേഷ്ഠനും വിജ്ഞാനും സുഹൃതിയും ധനം സമ്പാദിക്കുന്നവനും ദാനധർമാദികളൊക്കെ ചെയ്യുന്നവനും ഒക്കെ ആയിരുന്നു, ബലവാനൊക്കെ ആയിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കോലാപുരത്തെ ആക്രമിക്കാൻ ശത്രുരാജാക്കന്മാർ വന്നു. ശക്തന്മാരായ ശത്രുക്കള് സൈന്യസമേതം ആ രാജാവിന്റെ നഗരത്തെ വളഞ്ഞു. ശത്രുസംഹാര സമർത്ഥനായ സുരഥൻ സൈന്യത്തോടുകൂടി യുദ്ധസന്നദ്ധനായി നഗരത്തിൽ നിന്ന് പുറത്തു വന്നു. ആ യുദ്ധത്തിൽ ശത്രുക്കൾ സുരഥനെ പരാജയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മന്ത്രിമാരും ഉപദേഷ്ടാക്കളും ചേർന്ന് ഭണ്ഡാരത്തിലുള്ള ധനം എല്ലാം അപഹരിച്ചു. അവർ പരമതേജസ്വിയായ രാജാവിനെ ആട്ടിപ്പുറത്താക്കി. അങ്ങനെ വ്യാകുലനായിക്കൊണ്ടിരുന്ന അദ്ദേഹം ഒരു ദിവസം കുതിരപ്പുറത്ത് കയറി നായാട്ടിൻ എന്ന വ്യാജേന വനത്തിലേക്ക് പോയി. നിർജ്ജനമായ ആ വനത്തിലെങ്ങും ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം ചുറ്റി നടന്നു. അങ്ങനെ ചുറ്റിത്തിരിയവേ ഒരു മുനിയുടെ ആശ്രമത്തിലെത്തി. അദ്ദേഹത്തിന്റെ മനസ്സ് കുറെ സ്വസ്ഥമായി. ആ ആശ്രമത്തില് ഒരു മുനിശ്രേഷ്ഠനുണ്ടായിരുന്നു. ദീർഘദർശിയായ സുമേധസ് എന്ന മുനിശ്രേഷ്ഠന്റെ ശോഭനമായ ആശ്രമത്തിൽ ഈ സാവർണി രാജാവ് കുറെ നാൾ താമസിച്ചു. സാവർണി രാജാവല്ല, സുരഥൻ എന്ന് പറഞ്ഞ രാജാവ് കുറെ ദിവസം താമസിച്ചു. ഒരു ദിവസം ആ രാജാവ് പൂജകളെല്ലാം സമാപിച്ച അവസരത്തിൽ ഈ മുനിയുടെ അടുത്ത്, സുമേധസിന്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ച് ചോദിച്ചു, യാഥാർത്ഥ്യം എനിക്ക് അറിയാമെങ്കിലും സദാ പ്രജ്ഞയറ്റവനെ പോലെ കഴിയുന്ന എന്നെ ദുഃഖം ബാധിച്ചിരിക്കണു. ശത്രുക്കൾ എന്നെ പൂർണ്ണമായും പരാജയപ്പെടുത്തി. എൻ്റെ രാജ്യവും എന്നിൽ നിന്നും അപഹരിച്ചു അവരെല്ലാവരും. എൻ്റെ മന്ത്രിമാരും മറ്റുള്ളവരും
എൻ്റെ സേവകന്മാരും അവരും എന്നെ ചതിച്ചു. ഞാൻ എന്താ ചെയ്യേണ്ടത്, എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണ് എനിക്കിനി ശാന്തി ലഭിക്കുക എന്നുള്ളതെല്ലാം അവിടെ നിന്ന് എനിക്ക് അനുഗ്രഹിച്ച് പറഞ്ഞു തന്നാലും എന്ന് സുമേധസ് എന്ന മുനിയുടെ പാദങ്ങളിൽ സുരഥൻ അഭ്യർത്ഥിച്ചു. കേട്ട സുമേധസ് മുനി പറയുന്നു, അത്യന്തം ആശ്ചര്യകരവും അതുല്യവും സർവകാമപ്രദവുമായ ദേവീ മാഹാത്മ്യം ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവരുടെയും ജനനിയും ജഗന്മാതാവുമായിട്ടുള്ള മഹാമായിയെ പ്രാണികളുടെ മനസ്സിനെ ബലമായി അപഹരിച്ച് മോഹിപ്പിക്കുന്നതിനു വേണ്ടി അടക്കി വച്ചിരിക്കുകയാണ് എന്ന് അങ്ങ് മനസ്സിലാക്കണം. അതായത് ഇതൊക്കെ ജഗന്മാതാവായിട്ടുള്ള ആ ദേവിയുടെ മായ കൊണ്ടാണ്. ആ ദേവിയാണ് സകല വിശ്വത്തെയും ചമയ്ക്കുന്നതും പാലിച്ചുകൊണ്ടിരിക്കുന്നതും. സംഹരിക്കേണ്ട സമയമാകുമ്പോൾ ആ ദേവി തന്നെയാണ് ഇതിനെ സംഹരിക്കുന്നത്. ആ മഹാമായ തന്നെയാണ് കാമദായിനിയും കാളരാത്രിയും വിശ്വസംഹാരിണിയായ കാളിയും ലക്ഷ്മിയും എല്ലാം അവൾ തന്നെയാണ്. ഈ ജഗത്തിൻ്റെ ഉത്ഭവം അവളിലാണ്. വിശ്വമാകെ അവളിൽ തന്നെയാണ് നിൽക്കുന്നത്. അവളിൽ നിന്നുണ്ടായി അവളിൽ നിലനിന്ന് അവളിൽ തന്നെയാണ് വിശ്വം ലയിക്കുന്നത്. അതുകൊണ്ട് അവൾ തന്നെയാണ് പരാത്പര. ആ ദേവിയുടെ പ്രസാദം ആരിലാണ് ഉണ്ടാകുന്നത് അവരെല്ലാം മോഹമുക്തരാകും. രാജാവേ, ആ ദേവിയെ ഭജിക്കുക, അല്ലാതെ അങ്ങയുടെ ഈ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ തീരാൻ മറ്റ് മാർഗങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് സുമേധസ് എന്ന മുനി സുരഥൻ എന്ന രാജാവിന് ദേവിയെ പൂജിക്കുകയാണ് സങ്കട നിവാരണത്തിനുള്ള മാർഗം എന്ന് ഉപദേശിക്കുന്നതോടുകൂടി ഈ 10ാമത്തെ സ്കന്ധത്തിലെ 10ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. കഥ തുടർന്നുകൊണ്ട് നാളെ മുന്നോട്ട് പോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ദേവി ശരണം അമ്മേ.